ഞാൻ ദേ തോട്ടത്തിലോട്ട് പോകണേണ് കേട്ടോ. ഞാൻ ഗേറ്റ് തുറന്ന് പോകാൻ പോണേണ് തോട്ടത്തിൽ. എൻ്റെ ഒരു ചെറിയ തോട്ടമുണ്ട് പച്ചക്കറിയുടെ. താഴത്തോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. ഇവിടെ ഇറക്കഭൂമിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് താഴത്തോട്ടൊക്കെ ഇറങ്ങണം. ഞാൻ ഇറങ്ങണേണ്. നമ്മൾ ഇവിടെ തക്കാളിയാണ് നമ്മൾ നട്ടേക്കുന്നത്. ഇച്ചിരി മുമ്പ് ഞാൻ നനച്ചു. ഇതൊക്കെ വളമൊക്കെ വെക്കണതാണ്. നമ്മൾ എന്തെങ്കിലും വളമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കും. പിന്നെ ഇത് ഫ്രൂട്ട്സാണ്. എനിക്ക് കേട് വന്നു. ഇതാണെന്നറിയാൻ പാടില്ല ഗൈസ്. ഫ്രണ്ട്സ്, റംബൂട്ടാനാണ്. അല്ല, മാംഗോ ആയിരുന്നു, കേസരി മാംഗോ. ആ കാണുന്നതാണ് റംബൂട്ടാൻ. ഇതെൻ്റെ മോൻ കൊണ്ടുവന്നതാണ്, ജോലി സ്ഥലത്തുനിന്ന് അവർക്ക് കൊടുത്തതാണ് ഈ മാവ്. അപ്പോൾ അത് പൂത്ത് ആദ്യം ഒരു പൂ വന്നായിരുന്നു ഗൈസ്. ഞാനത് നൊട്ടിക്കളഞ്ഞു. ചെടികളൊക്കെ ഒരു മാസമായി ഇപ്പോൾ ഇതൊക്കെ നട്ട് പരിപാലിച്ച് നമ്മൾ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്. 2 നേരവും നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ വന്ന് ഓരോ ഇതൊക്കെ ചെയ്ത് ഇലചുരുട്ടിപ്പുഴും ഒക്കെ വരുന്നുണ്ട്. ഈ മുരടിപ്പ്, മുളകിന് കൂടുതലും വരുന്ന അസുഖം ഇത്രയൊക്കെ ഉണ്ട്. മുളക്, തക്കാളിയൊക്കെ പടന്ന് വന്നേ ഉള്ളൂ, പൂവിടാൻ തുടങ്ങണുള്ളൂ. പാവലിട്ടേക്കണേണ്. പന്തലൊക്കെ ഇട്ട് കൊടുത്ത് പാവലിതേ പടന്ന് തുടങ്ങണുള്ളൂ കേട്ടോ ഗൈസ്. ഇന്നിപ്പോൾ ഞാൻ ഒറ്റക്കേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നനച്ച് കഴിഞ്ഞ് ഇതൊക്കെ ചേനയാണ് നട്ടേക്കണത്. ചേന നട്ടേക്കണേന് വാഴയൊക്കെ പിടിക്കുന്നേ തൊട്ട് ഇത്തിരി കയറ്റി നട്ടേക്കണതാണ്. തക്കാളി പൂത്തുടങ്ങി 7 സെന്റ് ഉള്ളതുകൊണ്ട് ഇച്ചിരിയൊക്കെ നടാൻ പറ്റും. അച്ചിങ്ങ പടന്നു തുടങ്ങണം. അതിനുമുണ്ട് അസുഖങ്ങൾ. മുമ്പാണ് ഇവിടെ നിന്ന് മുളക് ഉണ്ടായി തുടങ്ങി. തൃശ്ശൂരിന് വാങ്ങിയതാ. തൃശ്ശൂരിനുള്ളൂ. ഇതൊക്കെ മഞ്ഞൾ കെട്ടേക്കണേണ്. എന്തെങ്കിലും തളിച്ചു കൊടുക്കണമെങ്കിൽ തളിച്ചൊക്കെ കൊടുക്കും. വെള്ളം ഒഴിച്ച് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വളമൊക്കെ. അപ്പുറത്തെ സ്ഥലമുണ്ട്, പക്ഷേ നമ്മുടെ അല്ല, നമ്മുടെ ഈ 1 സെന്റ് സ്ഥലമാണ്. പണ്ട് ഇവിടെ കാട് ഇടിച്ചിരിക്കണായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വെട്ടി, പിന്നെ ഞങ്ങൾ മതിലൊക്കെ പൊളിച്ച് ഗേറ്റ് വെച്ചതാണ്. വേണ്ട എല്ലാ സംഭവവും ഉണ്ട് ഇവിടെ. ചെറിയൊരു സ്ഥലമാണെങ്കിലും എല്ലാ ചെടികളും ഇവിടെ ഉണ്ട്. വീട്ടുകാർക്കും കൊടുക്കൂട്ടോ ഞങ്ങൾ ഇതൊക്കെ. ഉള്ളിലേക്ക് പോയ 2 വാഴയാണ്. ആ വാഴ വളർന്നു തന്നെ. ചെടികളൊക്കെ നല്ല കെയറിങ് ഒക്കെ കൊടുക്കാറുണ്ട് മീയമ്മയും അപ്പയും. ഇതൊക്കെ ഞാൻ വരാറുള്ളൂ, അല്ലേ ഞാൻ വരാറില്ല. ഫസ്റ്റ് ഉണ്ട്, പൂവമ്പഴം ഉണ്ട്, എല്ലാം ഉണ്ട്. താഴെയുണ്ട്. പിടിച്ചു തന്നെ പപ്പങ്ങ. നമ്മളൊക്കെ പപ്പങ്ങ എന്നാ പറയുന്നത്. എന്താണ് ഈ പപ്പായനെ പറയണത്? ഒന്ന് കമന്റ് ചെയ്യണേ. വെള്ളത്തിന്റെ തുള്ളികൾ ഇപ്പൊ നനച്ചേ ഉള്ളൂ. വിചാരിച്ച് നനച്ചത്. ഞങ്ങൾക്ക് ഇവിടെ റോസ് പിടിപ്പിച്ചിട്ടുണ്ട്. 2 പൈപ്പ് ഉണ്ട്. ഒരെണ്ണം ഓസിനും ഒരെണ്ണം ബക്കറ്റിൽ നിറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓസിൽ നിന്ന് ഞങ്ങൾ അടുത്ത് വെള്ളം ഒഴിച്ചതാണ്. അങ്ങനെ ചെയ്തതാണ് ഞങ്ങൾ.